PMC ഞാൻ പറഞ്ഞു അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് തന്നെ കാണുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ രീതി, ആ രീതിയോടാണ് ഞാൻ പറയുന്നത്. അതെന്തെന്ന് വെച്ചാൽ ഒരു മാസത്തിനകത്ത് ഒരു സാധനം റദ്ദ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് സമയം അനുവദിച്ച് തരണമെന്നാണ് ഞാൻ പറയുന്നത്. അത് മീഡിയകളായാലും ആരായിരുന്നാലും അത് നിങ്ങൾ ഓരോ മാസം ആകുമ്പോഴത്തേക്ക് വന്നിട്ട് ഇതെന്താ ഒപ്പിട്ടില്ലേ. ഞാൻ പറഞ്ഞല്ലോ, VD സതീശൻ ഒപ്പിടുന്നതും സഖാവ് പിണറായി വിജയൻ ഒപ്പിടുന്നതൊക്കെ അവരുടെ സ്വന്തം ഒപ്പല്ല, സ്റ്റേറ്റിൻ്റെ ഒപ്പാണ്. സ്റ്റേറ്റ് എടുക്കുന്ന ഒരു കരാറിൽ, സ്റ്റേറ്റ് ഒപ്പ് വെക്കുന്ന ഒരു കരാറിൽ നിന്ന് അങ്ങനെ നമ്മളുടെ ഒരു വൈരാഗ്യ ബുദ്ധി കൊണ്ട് ഇറങ്ങി പോരാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് അതിനകത്ത് ചില നിബന്ധന ഞാൻ പറഞ്ഞു. നമ്മുടെ കരിക്കുലത്തെ, നമ്മളുടെ സിലബസിനെ, നമ്മളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ കൾച്ചറിനനുസരിച്ചുള്ള ഒരു പാഠ്യപദ്ധതി കേരളത്തിൽ എന്തായാലും ഉണ്ട്. ആ പാഠ്യപദ്ധതികൾക്ക് അനുസൃതമായിട്ട് വരാവുന്ന ഒന്നിനെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. അല്ലാതെ അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ, അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സമയം ആവശ്യമുണ്ടാവും, സ്വാഭാവികമായ സമയം ആവശ്യമുണ്ടാവും. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ. ഒരു ദിവസം വന്ന് പിറ്റേന്ന് ഇദ്ദേഹം ചോദിക്കുന്ന അറബിക്കടലിൽ ഇറങ്ങിയില്ലെന്നൊക്കെ ചോദിച്ചാൽ ഒരു പ്രസംഗത്തിനകത്ത് അറബിക്കടലിൽ ഇറങ്ങിയില്ല, അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരികയാണ്. അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് സർക്കാരിനെ കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗമുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. ഒരു വളരെ സീരിയസ് ആയിട്ടൊരു മീഡിയയുടെ അകത്തിരുന്നിട്ട് പിന്നെ കൈരളിക്ക് ചോദിക്കാം, നിങ്ങൾക്ക് അതിന് റൈറ്റ് ഉണ്ട്. ആ ചോദിച്ചു